ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്ന് ഒരു ക്രിസ്മസ് അല്ലേ, ക്രിസ്മസ് മാത്രമല്ല ഞങ്ങൾക്ക് ഇന്നത്തെ വിശേഷം. എൻ്റെ അനിയത്തിയുടെ മോളുടെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പോൾ ഒന്ന് വീട്ടിലേക്ക് മോൾക്ക് വേണ്ടിയിട്ടൊന്ന് ആരുമില്ല വീട്ടിൽ, അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാൻ വിചാരിച്ചിട്ട് പോവുക. ഇത് ഞങ്ങൾ ഭാരതപ്പുഴയാണ് കേട്ടോ, ഭാരതപ്പുഴയാണ്, അതിൻ്റെ പാലമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോണ വഴിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാണ് കേട്ടോ. അങ്ങോട്ട് പോണ വഴിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ കൂട്ടിയത് തന്നെ ഓരോരുത്തരും ഓരോ വഴിക്ക് പോയി. അപ്പോൾ മോനെ എവിടേക്കും പോയിട്ടുമില്ല. പിറന്നാളും പിറന്നാളും നാളും ഡേറ്റും നാളും ഒക്കെ ഞങ്ങൾ സാധാരണ സ്കൂൾ കൂട്ടുമ്പോഴാണ് ആഘോഷിക്കാറ്. നാളിനെ കിട്ടാറില്ല, അത് രണ്ടും കൂടി ചേർന്ന് വന്നു. ഡേറ്റും നാളും ഒക്കെ കൂടി ഒന്നിച്ച് വന്നാൽ അങ്ങോട്ട് പോകാൻ വിചാരിച്ചു. ഇനി പോണ വഴി ഒരു പരസ്യത്തിലുള്ള വഴിയാണ്, ഒരു ഭാഗമാണ് കേട്ടോ. നമ്മളെ കണ്ണൻദേവൻ ചായപ്പൊടിയുടെ ഒരു പരസ്യമുണ്ട്. ഈ ഇടയ്ക്ക് വന്ന കുറച്ച് 2-3 കൊല്ലമായിട്ട് വന്നതിൻ്റെ മുന്നേയുള്ളത്. അപ്പോൾ അവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ബസ് സ്റ്റാൻഡല്ല, സോറി, ബസ് സ്റ്റോപ്പ്. ആ ബസ് സ്റ്റോപ്പ് ഇപ്പം ഇല്ല, പക്ഷെ ഞങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ആ പരസ്യത്തിൽ, കണ്ണൻദേവൻ്റെ പരസ്യത്തിൽ ഈ റോഡ് എത്തുന്നതിൻ്റെ മൂല ഭാഗമായിട്ട് കാണിച്ചു തരാം കേട്ടോ. വളവിൻ്റെ അവിടെയായിട്ടാണ് നാലും കൂടി മോതായിട്ട് ആ മരം കാണുന്നുണ്ടോ, ആ മരത്തിൻ്റെ ആ ആൾ നിൽക്കുന്ന മരത്തിൻ്റെ അവിടെ ചെയ്ത് കേട്ടോ. അവിടെ കണ്ണൻദേവൻ്റെ പരസ്യത്തിൻ്റെ ഷൂട്ടിങ് നടന്ന സ്ഥലമാണ്, ടി വിയിലൊക്കെ കാണാറുണ്ട്. വീടെത്തി, നമുക്കൊരു കേക്ക്, കുഞ്ഞു കേക്കുള്ളൂ. അവളും നാളെ ഉണ്ടാവില്ല, മോനും ഇപ്പോൾ മധുരമൊന്നും വേണ്ട പറഞ്ഞിട്ട് വലിയ കേക്കൊന്നും വാങ്ങിയില്ല, കുഞ്ഞു കേക്കാണ്. അപ്പോൾ സാധാരണ ടേബിൾ വയ്ക്കുന്നതിന് പകരം ഇപ്പോൾ ചെറിയ കേക്കല്ലേ പറഞ്ഞിട്ട് സ്റ്റൂൾ വെച്ചു. നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ കണ്ടെത്തുക, അത്രയേ ഉള്ളൂ. അത് വലുതോ ചെറുതോ എന്നുള്ളതിലല്ല. അവൾക്ക് നമ്മൾ പോകുമ്പോൾ ഒരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും സന്തോഷം. ആരുമില്ല എന്നിരുന്ന് അവിടെ ഒരാളെ പോകാനുണ്ടാകുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ സന്തോഷമല്ലേ. കുഞ്ഞുമക്കൾക്ക് കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട അവനവൻ്റെ പിറന്നാൾ, അങ്ങനെയുള്ള കേക്ക് മുറിക്കൽ, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതുപോലെ അവളുടെ സാഹചര്യത്തിനനുസരിച്ചിട്ട് അവൾ കുഴപ്പമില്ല, ആരുമില്ലല്ലോ പറഞ്ഞിട്ട് വിട്ടേയിരുന്നു. അവൾക്കത് ഞങ്ങൾ പോയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. കാരണം കേക്കൊന്നുമല്ല, അവൾക്ക് നമ്മൾ പോകുമ്പോൾ തന്നെ ഒരു സന്തോഷം കിട്ടുമല്ലോ. മൂത്തവർക്ക് കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ പറയണം കേട്ടോ. അവൻ വേണ്ട പറയല്ല, അവിടെ അമ്മമ്മയ്ക്കും അച്ഛനെയൊക്കെ കൊടുക്കുക, എന്നിട്ട് മതി എനിക്ക് എന്ന് പറഞ്ഞ ഒരു മത്സരമേ അവിടെ നടന്നിട്ടുള്ളൂ. അടി കൂടിയിട്ടൊന്നുമില്ല. ചെറിയ ചെറിയ സന്തോഷങ്ങൾ. ഇത് ഞങ്ങൾ വീട്ടിലേക്ക് അനിയത്തിൻ്റെ പിറന്നാളൊക്കെ കഴിഞ്ഞ് അവളുടെ വീട്ടിലേക്ക് ആക്കാൻ പോയപ്പോൾ അവിടെ പട്ടി വന്നിട്ട് അച്ഛനെ കണ്ടത്. അച്ഛനെ എന്നല്ല, ഞങ്ങളെല്ലാവരും പുറത്തുനിന്ന് വന്നതല്ലേ, അവൾ മാത്രം വീട്ടിലായിരുന്നു. അപ്പോൾ ആ വന്നതിൻ്റെ സന്തോഷമാണ് കാണിക്കുന്നത്. ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങൾ വന്നതിൽ എന്തൊക്കെ ഏട്ടൻ്റെ മടിയിൽ കിടന്നിട്ട് തല കുത്തി മറിഞ്ഞിട്ടൊക്കെ ആയിരുന്നു കിടക്കണ്ടായിരുന്നത്. തല ഒടിഞ്ഞു കുത്തി കിടക്കുക എന്ന് പറയില്ലേ, എന്ന പോലെ. ആ കയറ് അഴിച്ചാലും അവൾ എവിടേക്കും പോകുമൊന്നുമില്ല. പക്ഷെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, ഒരു സ്റ്റൈല് കാണിച്ചിട്ട് ഒരു നടത്തം. ആരെയാ അപ്പോൾ എടുക്കേണ്ടത്, ഇല്ലെങ്കിൽ ആരോടാ സ്നേഹം കാണിക്കേണ്ടതെന്ന് അവൾക്ക് അറിയാത്തൊരു വിഷമമായിരുന്നു. കാരണം 4 പേരും എല്ലാവരും വേണം. എൻ്റെ മോനെ ഏറ്റവും ഇഷ്ടമാണ് കേട്ടോ. ഇവളെ കാണാനാണ് ഇങ്ങോട്ട് വരുന്നത് തന്നെ. ഇവളെ അവൻ്റെ അനിയത്തിയാണെന്നാണ് പറയാറ്. അത് നമ്മളെ സ്നേഹം ഏറ്റവും കൂടുതൽ കിട്ടുക ഇങ്ങനെയുള്ള ജീവികളിൽ നിന്നാണ്. നമ്മളൊന്നും ചെയ്തിട്ടൊന്നുമല്ല, പക്ഷേ എത്ര കാലം കഴിഞ്ഞാലും ഓർമ്മയോടെ നമ്മളെ സ്നേഹിച്ച് അതേ സ്നേഹം തിരിച്ചു തരുന്നത് ഈ പാവങ്ങളാണ് കേട്ടോ. മടിയിലൊക്കെ എൻ്റെ മോനെ അവളെ വിടാനും അതാ അഴിച്ചു വിട്ടതുള്ള അവസ്ഥയാണ്. ഒരൊറ്റ ഓട്ടം ഓടും പുറത്തേക്ക്. ഒന്ന് രാവിലെ തൊട്ട് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്നതിൻ്റെ ഇതാണ്. അപ്പോൾ ബാത്റൂമിലേക്കൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. പിന്നെ അവിടെ ഒരു ഭാഗത്ത് നിൽക്കണമെന്നില്ല, അവൾക്ക് എന്തൊക്കെയൊക്കെയോ കാണിക്കണം എന്ന് തോന്നുന്നു. കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പൊരിച്ചലാണ് അവൾക്ക്, ആളെ കണ്ടതിൻ്റെ ഒരു പൊരിച്ചലാണ്.
മോനെ അതിൻ്റെ ഇടയിൽ അവളുടെ വയറ്റിലേക്ക് കെട്ടിയിട്ട് അത് അഴിക്കാനൊക്കെ കുറേ കാണിച്ചു കൂട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണെന്നറിയില്ല. അവർ തമ്മിൽ ഇതന്നെയാണ് കളി, എന്നും കളിയുള്ളതാ. അവിടെ പോയിട്ട് ഒരു ചായയും കുടിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. ഒരുപാട് നേരം നിന്നൊന്നുമില്ല. ഏട്ടനെ പരിപാടിയുണ്ട്, കൊട്ടുണ്ട് പറഞ്ഞിട്ട് നേരെ പോകുന്നു. ഒന്ന് പിറന്നാളിന് വേണ്ടിയിട്ട് പോകുന്നതാണ് തിരിച്ച്. ഇതെൻ്റെ നാടാണ്, പാലക്കാട് കുഴൽമന്നം പറയും കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ.